പെഹൽഗാം ആക്രമണത്തിൽ അന്വേഷണം കശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്കും. ഹുറിയത് ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുടെ വീടുകളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഭീകരാക്രമണത്തിന് 2 ദിവസങ്ങൾക്ക് മുമ്പേ തീവ്രവാദികൾ കശ്മീരിൽ എത്തിയതിനുള്ള തെളിവുകളും NIAക്ക് ലഭിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ ലഭിച്ചത്. ഏപ്രിൽ 15-ന് കശ്മീരിലെത്തിയ ഭീകരവാദികൾ കൂടുതൽ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടു എന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, പ്രാദേശികമായ പിന്തുണയോടുകൂടി ആണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത്. പ്രദേശവാസികളടക്കം ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉള്ളതാണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും തുടരുകയാണ്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ഈ വിഘടനവാദി നേതാക്കളുടെ പങ്ക് അന്വേഷിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, നമ്മൾ ഈ കശ്മീർ താഴ്വരയിൽ ഉണ്ടാവുന്ന ഭീകരവാദി ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ പ്രാദേശിക പിന്തുണ ലഭിക്കാറുണ്ട് എന്നത് കഴിഞ്ഞ കാല ചരിത്രമാണ്. ഇവിടെയും സംഭവിച്ചത് അങ്ങനെ തന്നെ എന്ന സംശയത്തിലേക്ക് NIA എത്തുകയാണ്. അതിന്റെ തെളിവുകളാണിപ്പോൾ NIA ശേഖരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കാശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്ക് അന്വേഷണം നീളുകയാണ്. ഹുറിയത്ത് ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടത്തുകയാണ്. ഏകദേശം 100-ലധികം വീടുകളിൽ റെയ്ഡ് നടത്തി ഇത് സംബന്ധിച്ച് തെളിവുകൾ പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ടെലിഫോൺ രേഖകളും മറ്റ് സാധ്യതകളും ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നീക്കം നടക്കുന്നത്. 186 പേരാണ്, സംശയകരമായ 186 പേരാണ് ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിൽ ഇതുവരെ ഉള്ളതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതിൽ സുപ്രധാനമായ ചില വിവരങ്ങൾ കൂടി NIA കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം വലിയ ആസൂത്രണമാണ് തീവ്രവാദികൾ നടത്തിയിരിക്കുന്നത്. പ്രാദേശിക പിന്തുണ കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ വൻ ആസൂത്രണം നടത്തി. ഏപ്രിൽ 15-ഓടുകൂടി തന്നെ പെഹൽഗാം മേഖലയിൽ തീവ്രവാദികൾ എത്തിച്ചേർന്നു എന്നതാണ് അന്വേഷണ സംഘം ഇതുവരെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ബൈസരൻ വാലിക്ക് പുറമെ മറ്റ് 3 ഇടങ്ങളിലും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. ഈ 3 ഇടങ്ങളിലും പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് ഇവർക്ക് വെടിവെപ്പ് നടത്താനോ മറ്റ് നീക്കങ്ങൾ നടത്താനോ കഴിഞ്ഞില്ല. തുടർന്നാണ് ബൈസരൻ വാലിയിൽ മാത്രം ഇത്തരമൊരു നീക്കമുണ്ടായത്. ഇത് സംബന്ധിച്ച തെളിവുകൾ കൂടി ശേഖരിക്കപ്പെടുന്നുണ്ട്. അതായത് ഇതുവരെ ശേഖരിക്കപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വലിയ ആസൂത്രണം നടന്ന കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭീകരവാദികൾ ഈ ബൈസരൻ മേഖലകളിൽ വലിയ ആക്രമണം നടത്തിയത് എന്നതാണ്. ഒപ്പം തന്നെ സാറ്റലൈറ്റ് ഫോൺ അടക്കം ഉപയോഗിച്ചതിൻ്റെ തെളിവുകളും ശേഖരിക്കപ്പെടുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ എത്തി വലിയ ആസൂത്രണം നടത്തി തന്നെയാണ് ഈ തീവ്രവാദികൾ മുന്നോട്ട് പോയതിൻ്റെ തെളിവുകൾ NIA ശേഖരിക്കുന്നു. NIAയുടെ പ്രധാനപ്പെട്ട NIA ഡയറക്ടർ ജനറൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ വീണ്ടും പെഹൽഗാമിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ സന്ദർശനം നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. എന്തായാലും NIAയുടെ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ എങ്ങനെയാണ് ഇതിനു പിന്നിൽ നടന്ന നീക്കങ്ങൾ, ഇതിനു പിന്നിൽ നടന്ന ആസൂത്രണം എന്നത് സംബന്ധിച്ച നിഗമനത്തിലേക്ക് NIA എത്തുകയാണ്. അതിന്റെ കൃത്യമായ തെളിവുകൾ NIAക്ക് ലഭ്യമായി കഴിഞ്ഞു എന്നാണ് നമുക്ക് NIA കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. തീർച്ചയായും അവിടെ സജിത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും പ്രാദേശികമായി ലഭിക്കുന്ന സഹായമായിരുന്നു ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായിരുന്നത്. വിഘടനവാദി നേതാക്കൾക്കൊക്കെ സൈന്യം തന്നെ സുരക്ഷയൊരുക്കുന്ന സാഹചര്യവുമായിരുന്നു ഇന്നലകളിൽ. പക്ഷേ അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ വിഘടനവാദി നേതാക്കൾക്ക് അത്തരം സുരക്ഷയൊന്നും സൈന്യം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വിഘടനവാദി നേതാക്കൾക്ക് കൂടുതൽ സജീവമായി പ്രവർത്തിക്കാനും സാധിക്കുമായിരുന്നില്ല. ഒരു പക്ഷേ ഇവരുടെ പങ്ക് കണ്ടെത്തുകയാണെങ്കിൽ അത് കടുത്ത നടപടികളിലേക്കൊക്കെ കേന്ദ്രം പോകുവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അങ്ങനെ പ്രാദേശികമായി ആരിൽ നിന്ന് പിന്തുണ ലഭിച്ചാലും അത് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരു നീക്കവും ശക്തമാക്കില്ലേ? അഭിലാഷ്, അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രാദേശികമായ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന സൂചനകളിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അഭിലാഷ്, ഇതിൽ മറ്റു ചില തെളിവുകളും ചില സൂചനകൾ കൂടി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അത് സ്ഥിരീകരണം പറയേണ്ടതുണ്ട്. അതായത് എന്നിരുന്നാൽ പോലും ഈ കശ്മീർ താഴ്വരയിൽ അടുത്തിടെയായി ഉണ്ടാവുന്ന സമാധാനം അത് സ്വാഭാവികമായും തീവ്രവാദികളെ അവർക്ക് ഈ വീണ്ടും ഒരു ആക്രമണത്തിന് അവിടെ തുനിയുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ടുകൂടി ബോധപൂർവമായ കൃത്യമായ ആസൂത്രണം ഈ തീവ്രവാദി കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ഇതിന് മുന്നോടിയായി തന്നെ ചെറിയ തീവ്രവാദി ഇടപെടലുകൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടൈം ലൈൻ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ജനുവരി 31 മുതൽ തന്നെ ഇത്തരം നീക്കങ്ങളുണ്ടായി. ജനുവരി 31-ന്
രണ്ട് ടെററിസ്റ്റുകൾ ഈ അതിർത്തി പൂഞ്ച് മേഖലയിൽ നടത്തിയ ചില നീക്കങ്ങളുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 11 മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 16 ഇതുപോലെ അതിർത്തിയിൽ ചെറിയ വെടിവയ്പ് ഉണ്ടാകുന്നു. ഫെബ്രുവരി 21 തുടർന്ന് ഏപ്രിൽ 10, 12, 16, 18 തുടർന്നാണ് ഏപ്രിൽ 22 ഈ മാസീവ് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ തുടർച്ചയായ നീക്കങ്ങൾ നടന്നിരുന്നു എന്നതാണ്. അതായത് കശ്മീരിലെ സമാധാന മേഖല സമാധാനമില്ലാതാക്കാൻ ബോധപൂർവമായ നീക്കം നടന്നു എന്ന സംശയത്തിലേക്ക് NIA അന്വേഷണ സംഘവും അത്തരമൊരു വാദത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക പിന്തുണയാണ് ഇതിനൊക്കെ അവർക്ക് ഗുണം ചെയ്തിരിക്കുന്നത്. പ്രാദേശികമായ പിന്തുണ തന്നെ അവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഈ വിഘടനവാദി നേതാക്കളിലേക്ക് തന്നെ അന്വേഷണം ഇപ്പോൾ എത്തുന്നതിൻ്റെ കാരണം. ആ തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച് പരിശോധനയിലേക്കാണ് കടക്കുന്നത്. ഒരുപക്ഷേ NIA അവരുടെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതിന്റെ തെളിവുകളടക്കം നൽകിക്കൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടായേക്കാം. എന്തായാലും പ്രാദേശിക പിന്തുണ തന്നെയാണ്. കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു തീവ്രവാദി കേന്ദ്രങ്ങൾ നീങ്ങിയത്. അവർക്ക് കശ്മീർ താഴ്വരയിൽ നിന്ന് തന്നെ കൃത്യമായ വിവരങ്ങളും സഹായങ്ങളും കിട്ടിയിരുന്നു എന്ന് തന്നെയാണ് NIA സംശയിക്കുന്നത്. യെസ്, ഇതാണ് ഇപ്പോൾ NIAയുടെ സംശയം. അതായത് പ്രാദേശികമായ പിന്തുണ ഈ ഭീകരാക്രമണത്തിന് ലഭിച്ചിട്ടുണ്ടോ, അതിന് ആരൊക്കെയാണ് പിന്തുണ നൽകിയത് എന്നുള്ള നിരീക്ഷണങ്ങൾ. ഒപ്പം സജിത്ത്, ഈ പ്രാദേശികമായ പിന്തുണ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ലഷ്കർ-ഇ-തോയ്ബ അടക്കമുള്ള സംഘടനകൾ ആയിരുന്നു വലിയ തോതിൽ ജമ്മു കാശ്മീരിൽ നിന്ന് യുവാക്കളെ തീവ്രവാദ സംഘടനകളിലേക്ക് ആകർഷിച്ചതും റിക്രൂട്ട് ചെയ്തിരുന്നതുമൊക്കെ. കഴിഞ്ഞ കുറേ നാളുകളായി ലഷ്കർ-ഇ-തോയ്ബ പോലെയുള്ള സംഘടനകൾ ഏതാണ്ട് നിർജീവമാണ് എന്ന് തന്നെ പറയാം. അവർക്ക് ഇന്ത്യയിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു എന്ന നിരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിത് ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ലഷ്കറെ മേധാവിക്ക് അടക്കം സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പാകിസ്ഥാനിൽ. ഈ പലപ്പോഴും ഇവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ അടക്കം മറ്റു പേരുകളിലൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും വിജയിക്കാത്ത സാഹചര്യവുമാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ തുടർ നീക്കങ്ങളെ ആ നിലയിൽ ഗൗരവത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ കാണുന്നു. ഒരുപക്ഷെ ഈ തീവ്രവാദ സംഘടനകളെ ആയിരിക്കാം വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലൊക്കെ ഇന്ത്യ ഉന്മൂലനം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു നീക്കമാണോ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്? ഇതിൽ നമുക്ക് കൂട്ടി വായിക്കേണ്ടത് കശ്മീരിലെ സ്ഥിരം ആക്രമണം നടത്താറുള്ള പ്രധാനപ്പെട്ട തീവ്രവാദി സംഘടനകളിലേക്ക് തന്നെ അന്വേഷണം നീളുന്നു എന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ഈ സംഭവം ഉണ്ടായി തുടർന്ന മണിക്കൂറുകളിലാണ് ദ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്ന സംഘടന, പുതിയ സംഘടന ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. പക്ഷേ പിന്നീട് അവർ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. തങ്ങൾ ഇതിന് പിന്നിലില്ല, തങ്ങളുടെ ഗ്രൂപ്പിൽ അതിക്രമിച്ചു കയറി ഇന്ത്യയുടെ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്നവരാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന ഒരു പ്രതിഷേധം നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇവർക്കെല്ലാം ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർക്കെല്ലാം പിന്തുണ നൽകുന്നത് ലഷ്കർ-ഇ-തോയ്ബ പോലെയുള്ള വലിയ സംഘടനകളാണ്. നമുക്കറിയാം, കശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങളൊക്കെ പല കൂടി ഇന്ത്യ സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയിട്ടുള്ളതാണ് ഈ സംഘടന. ഇവരുടെ എല്ലാവരുടെയും പിന്തുണയിൽ തന്നെയാണ് ഈ നീക്കം നടക്കുന്നത് എന്ന സംശയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ലഷ്കർ-ഇ-തോയ്ബ എന്ന സംഘടന അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു എന്നതാണ് നിലവിലുള്ള സാഹചര്യം. ഈ സാഹചര്യങ്ങളും തെളിവുകളും ശേഖരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാനാവുന്ന, അഭിലാഷ്, കഴിഞ്ഞ ദിവസങ്ങളിലായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച തെളിവുകൾ പ്രധാനമന്ത്രി അടക്കമുള്ള സുരക്ഷാ സമിതിക്ക് മുന്നിലും മന്ത്രിസഭയിലെ സുരക്ഷാ സമിതിക്ക് മുന്നിലേക്കും എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. ഈ സാഹചര്യങ്ങൾ വിലയിരുത്തി തിരിച്ചടിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച തെളിവുകൾ NIAയുടെ അന്വേഷണത്തിൽ ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. യെസ്, പ്രാദേശികമായി സഹായം ലഭിച്ചു പഹൽഗാം ആക്രമണത്തിന് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന പശ്ചാത്തലത്തിൽ വിഘടനവാദി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള സഹായമാണ് ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് NIA വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.